ലോകം നശിക്കുകയില്ല സാബ. ഒരു കാലഘട്ടം കാണാതെ. ഏത് കാലഘട്ടം എന്നറിയുമോ? ഹത്താ ചൂദൽ മർഅതു ഹത്താ തൂജദൽ ബർഅതു ജഹാറൻ നിഹാറ. പരസ്യമായ സ്ത്രീകൾ നടു റോഡിലേക്ക് പട്ടാപ്പകൽ കടന്നു വരികയാണ്. തുൻകഹു വസ്തരീഖ്. സ്വന്തം ഭർത്താവല്ലാത്ത ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം, ഇതര സമുദായത്തിലെ ചെറുപ്പക്കാരോടൊപ്പം ബൈക്കിലും കാറിലും അവർ റോഡിലൂടെ കറങ്ങി നടക്കുന്നത് കാണാതെ ലാ തഖൂമു സ്സാഅ ലാ തഖൂമു സ്സാഅ. വ്യഭിചാരം പരസ്യമായി നടുറോഡിൽ നടക്കുന്നത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ പ്രവാചകൻ പറയാണ്, ഇതൊക്കെ നടക്കാനിരിക്കുകയാണ്. ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുമുണ്ട് ഒരു പരിധി വരെ സത്യത്തിൽ. കാരണം ഇന്ന് ഏറ്റവും വലിയ കച്ചവടം എവിടെയാ? ഒരാൾ റോഡിലൂടെ വന്നിട്ട് ഈ പെണ്ണിനെ വേണോടാ, കൊള്ളാമല്ലോ, എങ്ങനെയുണ്ട്, ബീസാണ്, റാഹത്താണോ നോക്ക്. അങ്ങനെ അല്ലല്ലോ കച്ചവടം. ഇന്നെല്ലാം ഓൺലൈനാണ്, എല്ലാം ഓൺലൈനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും കിടക്കുന്നവരുണ്ട്. ഒരു കൊല്ലം മുമ്പുള്ള കഥ, രശ്മിയുടെയും പശുപാലന്റെയും കഥ. മറന്നോ അത് കഥ? ബായി മറന്ന ആ കഥ മറന്ന? ഒരു കൊല്ലം മുമ്പ് കേരളം മുഴുവനും വലിയ ചർച്ച ചെയ്തതാകുന്ന കോരുളക്കം തെറ്റിച്ച ഒരു കഥയാണ്. അതിനൊരു കൊല്ലം മുമ്പ് ഫെമിനിസ്റ്റ്വാദികളും പുരോഗമനവാദികളും കടന്നു വന്നിട്ട് സദാചാര ഗുണ്ടായിസം ഞങ്ങൾ ഇവിടെ സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ കേരളക്കര മുഴുവനും ചുംബന സമരം നിർത്തൂ. അതിന്റെ ലീഡർഷിപ്പ് വഹിച്ചിരുന്ന ആളായിരുന്നു പശുമാരനും അവന്റെ ഭാര്യ രശ്മിയും. 6 മാസം കഴിഞ്ഞതേയുള്ളൂ. അവരാരാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ പെൺഭാണി റാക്കറ്റുകളുടെ, സെക്സ് റാക്കറ്റുകളുടെ 1-ാം നമ്പർ കണ്ണികളാണ്. 6 മാസത്തിനുള്ളിൽ അവരാരാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. സദാചാരത്തിന്റെ ആളുകളാണോ അതല്ല ദുശക്തികളാണോ മോശപ്പെട്ടവരാണോ എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വാട്സാപ്പിലും ഫേസ്ബുക്കിലും കിടക്കുന്നു. രശ്മി ലോകത്തോട് വിളിച്ചു പറയുന്നു, എന്നെ വിഗ്നി അണിയിച്ചും എന്റെ ചെറിയതാകുന്ന വസ്ത്രങ്ങളൊക്കെ ഇടിയിച്ചും എന്നെ നഗ്നമാക്കപ്പെട്ട ഫോട്ടോകൾ ലോകത്ത് മുഴുവനും പ്രദർശിപ്പിച്ച് എന്നെ കച്ചവടച്ചരക്കാക്കി എന്നെ ഇല്ലാതാക്കിയത് എന്റെ ഭർത്താവ് പശുപാലനാണ്. അവള് ലോകത്തോട് വിളിച്ചു പറയും. ഇപ്പോഴാണ് നമുക്ക് വെളിപാടുണ്ടായത്. ഇതുവരെ നമുക്ക് വെളിപാടുണ്ടായില്ല. ആയിരക്കണക്കിന് ആളുകൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോ ഇന്നും കേരളക്കരയിലുടനീളം ചർച്ചകൾ ലൈംഗിക രതിവേഴ്ചകളെ കുറിച്ചാണ്. പത്രമാധ്യമങ്ങൾ, ഒരു പത്രം എടുത്താൽ കാക്കാക്ക് ആദ്യം അറിയേണ്ടത് ഏതെങ്കിലും സരിതയുടെ വാർത്ത ഉണ്ടോന്ന് അറിയേണ്ടത്, വേഗം അങ്ങോട്ട് കണ്ണോടിക്കുക. നമ്മുടെ ഇത്താത്താടെ വാർത്ത ഉണ്ടോ നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വൈകുന്നേരം മിക്കവരും ഈ പത്രം വാങ്ങുന്ന എന്താ, ബസ് സ്റ്റാൻഡിൽ പോയി പത്രം പ്രത്യേകം ബുക്ക് ചെയ്തേക്കുക. പ്രത്യേകം കാരണം എന്താ, ആദ്യം തന്നെ ഇതാ വല്ല ഉണ്ടോ നമ്മുടെ ഒന്നിച്ചു നോക്കട്ടെ, ഇത് വേണ്ടടേ തിരിച്ചു കൊടുത്തേക്കുക. അപ്പൊ അവൻ പറയില്ല, പൈസ 6 രൂപ, ഇത് തിരിച്ചു കൊടുത്തേക്ക്. കാരണം ഇതുണ്ടെങ്കിൽ ഓക്കെ, വായിക്കാനൊരു റാഹത്ത്. വിൽക്കുന്നവനും അങ്ങനെ തന്നെയാണല്ലോ, ചൂടൊപ്പം പോലെ ഇത് വിറ്റ് തീരും. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. കാരണം അറിയാം എല്ലാവർക്കും എങ്ങനെയാണ് ഇതിനോടുള്ള ആഗ്രഹം എത്രത്തോളം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമുക്കതിലേക്കുള്ള ആവേശം നമ്മുടെ മോശത്തരത്തിലേക്ക് എത്തിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക സഹോദരങ്ങളെ, ലോകത്തിന്റെ അവസ്ഥ എവിടെയാണ്? സ്വന്തം ഭാര്യയെ വിറ്റിട്ട് ആ ഭാര്യയെ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് പണയം വെച്ച് അവരെ കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന 50,000 60,000 രൂപ കൊണ്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കുന്നതാകുന്ന ഭർത്താക്കന്മാരുള്ള കാലഘട്ടം. നഊദു ബില്ലാഹ്, എത്ര വലിയ മോശമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മറതു സാലിഹാ. വെളുത്ത മണലുള്ള പാരാവാരം പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ഒന്ന് ചിന്തിക്കണേ, ഉൾക്കൊള്ളണേ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്താണ്? ഈ ദുനിയാവ് മുഴുവനും വസ്തുക്കള്, എല്ലാ വസ്തുക്കളും മനുഷ്യൻ ആസ്വാദ വസ്തുക്കളാണ്. ആ ആസ്വാദ വസ്തുക്കളിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഏറ്റവും വലിയ ആസ്വാദ വസ്തു അത് ഭാര്യയാണ്. അൽ മർഅതു സാലിഹാ, അൽ മർഅതു സാലിഹാ. സൽവൃത്തയാകുന്ന ഭാര്യയാണ്. സ്വന്തം ഭാര്യയെ കൊണ്ടുപോയി കച്ചവടച്ചരക്കാക്കി ഓൺലൈൻ ബിസിനസ് നടത്തി 50,000-നെങ്കിൽ 50,000-ന് ഓക്കെ കൈകൊടുത്തുകൊണ്ട് ആ ഭാര്യയെ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടുവന്ന് തന്റെ ജീവിതത്തിൽ BMW എടുത്ത് രസിച്ചാലും എത്രതാകും അമ്പര ചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിച്ചുകൊണ്ട് നടന്നാലും മനുഷ്യ, നിനക്ക് തെറ്റുപറ്റി.
ഈ ലോകത്തെ ഏറ്റവും വലിയ ആസ്വാദന വസ്തു അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് അമ്പര ചുംബികളായ രമ്യഹർമ്മങ്ങളല്ല, മാളിക സൗധങ്ങളല്ല, BMW എന്ന മഹത്തായ വാഹനത്തെ കുറിച്ചല്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അൽ മർഅതു സാലിഹാ, സാലിഹായ ഭാര്യമാർ ആർക്കൊരുവനുണ്ടോ അവനാണ് ഏറ്റവും വലിയ വിജയി, അവൻ ഏറ്റവും വലിയ ആസ്വാദ വസ്തുവിനെ എത്തിച്ചുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അത്തരത്തിൽ സ്വാലിഹത്തുകളാക്കുമാറാവട്ടെ. ഉറക്കാമേ പറയുന്ന അല്ലാഹു സ്വാലിഹത്തുകളാക്കുമാറാവട്ടെ. അപ്പൊ ലോകത്ത് ഏറ്റവും വലിയതാകുന്ന ആസ്വാദ വസ്തു അതാണ്. ഇന്ന് മനുഷ്യനോ ആ ആസ്വാദ വസ്തുവിനെ വിറ്റിട്ട് അവളുടെ ശരീരം പണയം വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാൻ നോക്കുന്നു. എത്ര വലിയ ബുദ്ധിശൂന്യൻ, എത്ര വലിയ ബുദ്ധിശൂന്യത! ഈ ലോകത്തിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഹത്താ ഇന്നൽ മർഅ ലയഅശൽ മർഅ, ഒരു പുരുഷൻ ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്, വഴിയോരത്ത് വെച്ചുകൊണ്ട് രംഗപ്പെടുകയാണ്, ചുംബന സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ പോകുമ്പോ, ട്രെയിനിൽ പോകുമ്പോ തൊട്ട് മുന്നിലുള്ള സീറ്റിൽ എത്രയോ കാമുകന്മാര്, എത്രയോ കാമുകമാര് പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ലയോ? ഇത് വെറുതെ കുമ്മനം ഉസ്താദ് പറയുകയല്ല. നിങ്ങൾ വൈകുന്നേര സമയമാകുമ്പോ നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെ കാസർഗോഡേക്ക് പോകുന്ന, ബാംഗ്ലൂരിലേക്ക് പോകുന്ന, മാംഗ്ലൂരിലേക്ക് പോകുന്ന എയർ കണ്ടീഷൻ ബസ്സുകളിലേക്ക് ഒന്ന് കയറി നോക്കണേ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. എത്രയോ ബസ്സുകളാണ്, എത്രയോ ബസ്സുകളാണ്. പാതിരാത്രി സമയത്ത് സർവരും അർദ്ധനഗ്നനായി ഉറങ്ങിക്കഴിയുമ്പോ, സർവരും പകുതി മയക്കത്തിലേക്ക് പോയി കഴിയുമ്പോ, നല്ല റാഹത്തായ നിലയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എത്രയെത്ര പഠിതാക്കളാണ് ഉള്ളത്. അവരൊരാൾ തന്നെ കാസർഗോഡേക്ക് പോകുന്നവരാണ്, രണ്ടുപേരും ഒരുപക്ഷെ കാസർഗോഡേക്ക് പോകുന്നതാണ്, ഒരേ കലാലയത്തിൽ പഠിക്കുന്നവരാണ്, ഒരേ കലാലയത്തിൽ പഠിക്കുന്നവരാണ്. പക്ഷേ ഒരാള് തിരുവനന്തപുരത്ത് നിന്ന് കയറിയതാണ്, പെണ്ണ് ആലപ്പുഴയിൽ നിന്ന് കയറിയതാണ്. രണ്ടുപേരും അതുവരെ ബന്ധമില്ല. അല്പനേരം രണ്ടുപേരും വർത്തമാനം പറയുന്നു, പിന്നീട് അവർ ഉറങ്ങുകയാണ്. കാസർഗോഡേക്ക് എത്തുമ്പോ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഇരുന്ന സമൂഹത്തിൽ നഗ്നമായ സത്യമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്ര ബസ്സുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, കാര്യം ശ്രദ്ധിക്കുന്നു. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും. ബാംഗ്ലൂരിൽ നിന്നൊക്കെ ബസ്, ചില ബസ്സുകൾ ഇതിനു വേണ്ടി തന്നെയുണ്ട്. രണ്ടുപേരുടെ ടിക്കറ്റ് എടുത്താൽ മതി, അയാളെ ആറെ ഇപ്പുറത്ത് റെഡിയാക്കി കൊടുക്കും. രാവിലെ സുബഹി വരെ റാഹത്ത്, വർത്താനം പറഞ്ഞിരിക്കാം, കൊച്ചു വർത്തമാനം. അടുത്ത വണ്ടിക്ക് തിരിച്ചിങ്ങോട്ട് പകല് പോരുകയും ചെയ്യാം. കാര്യങ്ങളൊക്കെ സാധിച്ചു. ഈ ലോകത്തിന്റെ പോക്കെവിടെയാണ്? നമ്മൾ പലപ്പോഴും പല ആളുകളെ പിടിക്കപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കും, സുബ്ഹാനല്ലാഹ്, ഇതെന്താ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു? ഇത്ര അടുത്ത് ഇവിടെയോ, ഈ വീട്ടിലോ? നമ്മുടെ തൊട്ടപ്പുറത്ത് അയൽവക്കത്ത് നടക്കുന്ന സംഭവം നമ്മൾ അപ്പോഴാണ് അറിയുക, 4 മാസം 5 മാസങ്ങൾക്ക് ശേഷം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പതിവ്രതയായി ജനങ്ങളുടെ മുന്നിൽ ചമഞ്ഞു നടക്കുന്നതാകുന്ന ആളുകളിൽ പോലും ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകൾ കണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു പെണ്ണുമായി തനിച്ചിരിക്കാൻ പോലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. പഠിക്കണം. ആ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു പെണ്ണുമായി തനിച്ചിരിക്കാൻ പാടില്ല എന്ന് പോലും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. ഒരു പെണ്ണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്യ പെണ്ണ്, സ്വന്തം ഭാര്യയായിട്ടല്ല. അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇരിക്കേണ്ടത്. നമ്മളതാ ചെയ്യാത്തത്. അവരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ തമാശയും സല്ലാപവും പറയേണ്ടത് ആരുടെ കൂടെ? സ്വന്തം ഭാര്യയുടെ അടുക്കൽ. നർമ്മ സല്ലാമങ്ങൾ പറഞ്ഞ് അവരുമായി കൊച്ചു വർത്തമാനങ്ങൾ പറയണം. അത് ശരീഅത്ത് അംഗീകരിച്ചതാണ്, പരിശുദ്ധ പ്രവാചകൻ ചെയ്തിട്ടുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിലൂടെ സ്നേഹബന്ധം കൂടുതൽ സുദൃഢമാകുകയുള്ളൂ. അന്യ പെണ്ണുമായി തനിച്ചിരിക്കാൻ പാടില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടില്ലയോ, പഠിപ്പിച്ചിട്ടില്ലയോ? ഇയ്യാകും വൽ ജുലൂസ മഅൻ നിസാ, ഇയ്യാകും വൽ ജുലൂസ മഅൻ നിസാ, ഇയ്യാകും വൽ ജുലൂസ മഅൻ നിസാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബത്തെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, അന്യ സ്ത്രീകളുമായി തനിച്ചിരിക്കുന്നതിന് സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ ഖലാ റജുലുൻ ബിംറാത്തിൻ ഇല്ലാ വദഖല ബൈനഹുമാ ശൈത്താൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഒരന്യ പെണ്ണും പുരുഷനും ഒരുമിച്ചിരിക്കുമ്പോ അവർക്കിടയിലേക്ക് മൂന്നാമതായി കടന്നു വരുന്നത്
അവരറിയാതെ പിശാചാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലയോ കുടുംബത്തിൽപ്പെട്ടതാകുന്ന സഹോദരിമാരെ പോലും മാനഭംഗപ്പെടുത്താൻ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരൻ തയ്യാറാവുന്നത്. അവന്റെ കൂട്ടുകാർ അവൻ അയച്ചു കൊടുത്ത വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെയുള്ള അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങൾ, സിനിമയുടെ പോസ്റ്റുകൾ അവൻ്റെതാകുന്ന രക്തത്തിളപ്പിലേക്ക് പോവുകയാണ്. അവന്റെ വികാര വിചാരങ്ങളെ അടിമപ്പെടുത്തുകയാണ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട സഹോദരിമാരെ പോലും, സ്വന്തം മാതാപിതാക്കളെ പോലും, സ്വന്തം ഉമ്മയെ പോലും, പെങ്ങളെ പോലും മോശത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ ചെറുപ്പക്കാരെ ചിന്തിപ്പിക്കുന്നതും അവരെ കൊണ്ടെത്തിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ അന്യ പെണ്ണുമായി തനിച്ചിരിക്കുന്നത് സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും തന്റെ പ്രിയപ്പെട്ടതാകുന്ന പെൺകുട്ടികളുമായി ചാറ്റിംഗ് നടത്തുന്ന എത്രയെത്ര മുസ്ലിം സഹോദരങ്ങളുണ്ട്, എത്രയോ പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാരുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ പരസ്പരം വിവാഹം കഴിക്കാൻ തയ്യാറെടുത്തിട്ടുള്ളവരാണ്. തയ്യാറെടുത്തിട്ടുള്ളവരാണെങ്കിലും പോലും അള്ളാഹുവിന്റെ ശരീഅത്ത് അനുവദിക്കുന്നില്ല. വിവാഹം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. ആ വിവാഹം ഉറപ്പിച്ച സമയത്ത് തന്നെ ഫോണ് പരസ്പരം കൈമാറിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാലഘട്ടം ഇന്ന് ലോകത്ത് സുലഭമാണ്. അതിന് മാതാപിതാക്കൾ തയ്യാറാവുകയാണ്, അതിന് കുടുംബാദികൾ തയ്യാറാവുകയാണ്. നിശ്ചയത്തിന് അന്ന് തന്നെ S1 തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കൊടുക്കാൻ, S4 കൊടുക്കാൻ, 4S കൊടുക്കാൻ, 5S കൊടുക്കാൻ, ഐഫോണോ സാംസങ്ങിന്റെയോ ഏത് നൂതനമാകുന്നതാകുന്ന തരത്തിലേക്കുള്ള ഫോണായിക്കോട്ടെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തിന് കൊടുക്കാൻ, അതേ വധുവരന്മാർക്കിടയിൽ നൽകാൻ കുടുംബാദികൾ തന്നെ നിർബന്ധിക്കുന്ന കാലഘട്ടമാണ്. അവസാനം വിവാഹം നടത്തുന്നതിന്റെ തലേ ദിവസം ആ ഭർത്താവ് പാവപ്പെട്ട പെണ്ണിൽ നിന്ന് അറിയേണ്ട രഹസ്യങ്ങൾ മുഴുവനും ചുരുളഴിച്ച് എടുത്തിട്ട് വിവാഹത്തിന്റെ അന്നത്തെ ദിവസം എനിക്ക് ഈ പെണ്ണിനെ വേണ്ട എന്ന് പറയുന്ന തലത്തിലേക്ക് എത്രയെത്ര കേസുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധ ശരീഅത്ത് അംഗീകരിക്കാത്ത ഒരു ഫോൺ വിളിയും നമുക്ക് വേണ്ട, ഒരു ചാറ്റിങ്ങും നമുക്ക് വേണ്ട. അത് ഫോൺ വിളി രാത്രിയായിരുന്നാലും പകലായിരുന്നാലും ശറഅെതിരാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ്. നിന്റെ കൂടെ പഠിക്കുന്ന പെണ്ണാണെങ്കിലും ശരി, ആ പെണ്ണിനോടൊപ്പം തനിച്ചിരിക്കരുതേ, തനിച്ചിരിക്കരുതേ. തനിച്ചിരുന്നാൽ മൂന്നാമത് കടന്നു വരുന്നത് പിശാചാണ്. അതുകൊണ്ടല്ലേ എത്രയോ ആളുകൾ പുറത്തു പറയുന്നില്ലെന്നുള്ളൂ, വിവാഹ ബന്ധത്തിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. പിന്നെ വെറുതെ ഒരു പേരിന് വേണ്ടി വിവാഹബന്ധം. കാരണം അതിനുള്ള ഉറയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ലോകത്തുണ്ടല്ലോ. പറയുന്നത് എന്താ? മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. വിവാഹബന്ധം മാതാപിതാക്കളോട് പറയുക, ഞങ്ങൾ തമ്മിൽ കണക്ഷനാണ് കേട്ടോ എന്ന് റാഹത്തായിട്ട് നടത്തിയേക്കണെന്ന് പറയും. അപ്പായും ഉമ്മയും സമ്മതിക്കുന്നു. സത്യത്തിൽ ഇവര് തമ്മിൽ ഇതിനു മുമ്പിൽ എത്രയോ പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും. ഇത് സത്യമാണ്, സത്യമാണ് ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുക. കാരണം അതിനുവേണ്ടി ഉതകുന്ന രീതിയിൽ പിശാച് അവിടെ പ്രവർത്തിക്കും. പിശാചാണ് ഇറങ്ങുന്നത്. പിശാച് എവിടെ വരെ വരും? രക്തം സഞ്ചരിക്കുന്ന പാതയിലൂടെ വരെ ആര് കടന്നു വരും? പിശാച് കടന്നു വരും. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ പിശാച് വരും. ഷഫീഉനാ റസൂലുള്ളാഹി. ഏത് കോലത്തിലും വരും, ഏത് കോലത്തിലും വരും പിശാച്. അതുകൊണ്ട് അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് അത്തരത്തിലുള്ള വൈകാരിക ചിന്ത ഇട്ടുകൊടുക്കും. അവൻ അതിലേക്ക് പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, യക്സുറു സിനാ വയക്സുറു ഔലാദു സിനാ. വ്യഭിചാരം അധികരിക്കുമത്രേ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കുമത്രേ, അധികരിക്കുമത്രേ. കടന്നു വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ലോകത്ത് മുഴുവനും വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിലിരിക്കുന്ന തുർക്കി മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ള രാജ്യമാണ് ഇപ്പോൾ ഇത് തുർക്കി. ആ തുർക്കി എന്ന രാജ്യം നഷ്ടപ്പെടും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി ലോകത്ത് നരാരിക്കുന്നതാകുന്ന ചില സംഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്താൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ തുർക്കി ആദ്യമായി പിടിച്ചെടുത്തത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. നബി തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബാ, ഈ അടുത്തിടെ തന്നെ നിങ്ങൾ തുർക്കി പിടിച്ചെടുക്കുമേ, അതിൽ നിങ്ങൾ പങ്കാളികളാകണേ. വലിയ കൂലിയാണ്, വലിയ ദറജയാണ്, വലിയ
വലിയ കൂലിയാണ്, നിങ്ങൾ അതിൽ പങ്കെടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും അടക്കം ഒരുപാട് സ്വഹാബത്ത് പോയി ആ തുർക്കി പിടിച്ചെടുത്തു. തുർക്കി പിടിച്ചെടുക്കാന്ന് പറയുന്നത് ഇസ്ലാമികമാകുന്ന സംസ്കാരങ്ങളും ഇസ്ലാമികമാകുന്ന ആശയ ആദർശങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവരിക. അതാണ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞ ആശയം. അങ്ങനെ കൊണ്ടുവന്നു ശേഷം തുർക്കി പോയി. രണ്ടാമത് ഇപ്പോൾ വീണ്ടും തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഇസ്ലാമിക മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ തുർക്കി നഷ്ടപ്പെട്ടു പോകും. ആര് പറയുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തുണ്ടാവുള്ളൂ? ലോകാവസാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾ പത്രം നോക്കി വരുന്നോളി, എപ്പോഴാണ് തുർക്കി യുദ്ധം വരുന്നതെന്ന് നോക്കി. ഇതൊക്കെ സംഭവിക്കാനിരിക്കാൻ തുർക്കി എന്ന രാജ്യം നഷ്ടപ്പെട്ടു പോകും മുസ്ലിമിന്റെ കയ്യിൽ നിന്നെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നടക്കാനിരിക്കാൻ. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ള സർവർക്കും സാമ്പത്തികമാകുന്ന നാശനഷ്ടങ്ങൾ കടന്നു വരുമേ. എത്രത്തോളം അങ്ങനെ നാശനഷ്ടങ്ങൾ കടന്നു വരുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തദഉ അഹദൻ മിൻ ഹാദിൽ ഉമ്മ ഇല്ലാ ലതമതുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തദഉ അഹദൻ മിൻ ഹാദിൽ ഉമ്മ, ഈ സമുദായത്തിൽ നിന്ന് ഒരാളെ പോലും ആ വിഷമവും പ്രയാസവും ദുഃഖവും അഥവാ സാമ്പത്തികപരമാകുന്ന ബുദ്ധിമുട്ടും ശാരീരികപരമാകുന്ന ബുദ്ധിമുട്ടും ഇമാം മഹ്ദി കടന്നു വരുന്നതിന് മുമ്പ് ഒരാളെ പോലും സ്പർശിക്കാതിരിക്കുകയില്ല. ഇല്ലാ ലതമതുഹു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം. ലതമ എന്ന പദത്തിന്റെ അർത്ഥം മുഖത്തടിക്കുക എന്നാണ്. ഇല്ലാ ലതമതുഹു, മുഖത്തടിച്ചിട്ടല്ലാതെയല്ല സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും അത് വരും. മുസ്ലിമാണോ അവനെല്ലാം വരും. അഥവാ അംഗത്വം പോലും കൃത്യത വരുത്തുന്ന സമയമാണത്. മുസ്ലിമാണോ അല്ലേ എന്നുള്ളത് അപ്പോഴാണ് തിരിച്ചറിയുക. ഈ വിഷമവും ദുഃഖവും അവന് വന്നിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി വിഷമവും ദുഃഖവും വന്നാൽ അവ മനസ്സിലായിക്കോട്ടെ, നീ ആരാണ്? മൂമിനാണ്. കാരണം അള്ളാഹു നിന്നെ മൂമിനായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് നിനക്ക് വന്നിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടും. അത് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടത്. ഏതാണത്? നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യൻജു മിൻഹാ ഇല്ലാ മൻ ദഅ കദുആഇൽ ഗരീഖ് ഫിൽ ബഹരി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വെളുത്ത മണലിലുള്ള പ്രിയപ്പെട്ട സഹോദരി, ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന സഹോദരങ്ങളെ, ലോകാവസാന സന്ദർഭത്തിൽ സാമ്പത്തികമാകുന്ന ശാരീരികപരമായ മാനസികപരമാകുന്ന പിരിമുറുക്കങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു കവചം അല്ലാഹുവിന്റെ റസൂല് ഈമാനുള്ളവർക്ക് പഠിപ്പിക്കുകയാണ്. അത് വിശ്വാസമുള്ളവർക്കേ കാര്യമുള്ളൂ. ലാ യൻജു മിൻഹാ, ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇല്ലാ മൻ ദഅ കദുആഇൽ ഗരീഖ് ഫിൽ ബഹരി. സമുദ്രത്തിൽ മുങ്ങിത്താഴുന്ന മനുഷ്യൻ കരയിൽ നിൽക്കുന്നവരോട് എന്നെയൊന്ന് രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് യാചിക്കുന്നത് പോലെ അവൻ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട്, അള്ളാഹുവേ പടച്ചറപ്പേ, ഞാനിതാ കടക്കണിയിൽ അകപ്പെട്ടു, ഞാനിതാ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്, ഞാനിതാ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാതെ പ്രാർത്ഥിക്കാതെ ലാ യൻജു മിൻഹാ, ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ മാർഗ്ഗമുള്ളൂ. എന്ത് വേണം? ദുആ വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് മാത്രമേ രക്ഷയുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് നബി തങ്ങൾ കാലക്കൂട്ട പറഞ്ഞത്. എന്ത്? സിലാഹുൽ മുഅ്മിനീൻ.
മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് വാളല്ല, മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് പരിചയമല്ല. മുഅ്മിനിന്റെ ആയുധം അദ്ദുആ, പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട് പ്രാർത്ഥിക്കണം? അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആര് ദുആ ചെയ്യുന്നു? 27 രാവിലെ കണ്ട് ദുആ ഇരുന്നപ്പോൾ ഉസ്താദിന്റെ കൂടെ ചെറുതായിട്ടൊന്ന് കരഞ്ഞല്ലാതെ നമ്മൾ ഇന്ന് വരെ റബ്ബിനോട് ശരിക്കൊന്ന് ചോദിച്ചിട്ടുണ്ടോ? സത്യം പറയും. ഒന്ന് ഓരോരുത്തരും അവനവനെ കുറിച്ചൊന്ന് ചിന്തിക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യം പറഞ്ഞ് എപ്പോഴാണ് ഒന്ന് കൈ നീട്ടിയിട്ടുള്ളത്? പ്രശ്നങ്ങൾ വരുമ്പോഴും ഓടി നമ്മൾ ഉസ്താദിന്റെ അടുത്തോട്ടില്ലും, പ്രശ്നങ്ങൾ വരുമ്പോഴും ഉമ്മ അടുത്തോട്ടില്ലും, പാപ്പ അടുത്തോട്ടില്ലും, ഉസ്താദുമാരുടെ ചെല്ലും, ഇല്ലെങ്കിൽ വെട്ടി നിലവിളിക്കും, ദുആ ചെയ്യൂല, 2 റക്അത്ത് നിസ്കരിക്കൂല, ഇബാദത്തിലേക്ക് തിരിയൂല, അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ പറയൂല. ഇവിടെയല്ലേ മുസ്ലിമിന് തകർച്ചയുണ്ടായത്? പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് ثم لا تنصرون ثم لا تنصرون ثم لا تنصرون. ഈ ദുനിയാവിൽ വിഷമങ്ങൾ വരുമ്പോ, ഈ ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ഈ ദുനിയാവിലെ കച്ചവടങ്ങൾ തകർന്നു പോകുമ്പോ, ഈ ദുനിയാവിലെ കച്ചവടം ചെയ്യാനുള്ളതാകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതായി പോകുമ്പോ, ഇരുട്ടിന്റെ മറവിൽ ഇരുട്ടിന്റെ ശക്തികൾ വന്നുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങളെ തച്ച് തകർക്കുമ്പോ, ഇല്ലാതാക്കുമ്പോ, കുടുംബാദികളെ നിഷ്ഠൂരം കൊല ചെയ്യപ്പെടുമ്പോ, അയൽവാസികളെയും ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നിന്നോട് ബന്ധപ്പെട്ട സർവരെയും ഇല്ലാതാക്കുമ്പോ നിനക്ക് ഒരേ ഒരാളെ ഉള്ളൂ, അത് അല്ലാഹു. അല്ലാഹു അല്ലാഹു അല്ലാഹു. മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ റാത്തീബ് പാരായണം ചെയ്തവരല്ലയോ? ആ റാത്തീബിലേക്ക് മഹാനുഭാവൻ അവസാനമായി കൊണ്ടുവരുന്നതും അല്ലാഹ് എന്ന മഹത്തായ കലിമയല്ലയോ? അല്ലാഹു അല്ലാഹു അല്ലാഹ്. ആ പടച്ച റബ്ബിലേക്ക് തിരിയലല്ലാതെ രക്ഷയില്ല, രക്ഷയില്ല. 5 വഖത്ത് നമസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യേ മുഅ്മിനേ. ദുആഉ ദുബരി കുല്ലി സ്വലാത്തി മുസ്തജാബ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഉടനെയുള്ള പ്രാർത്ഥന ഇജാബത്താണ്, ഇജാബത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. സാത്വികരാകുന്ന ഉലമാക്കള്, സയ്യിദന്മാര് നമുക്ക് വേണ്ടി നമസ്കാരങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ, മുഅ്മിനേ, മുഅ്മിനത്തെ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എവിടെയാണ് നീ ശ്രദ്ധ ചെലുത്തുന്നത്? എവിടെയാണ് നീ ശ്രദ്ധിക്കുന്നത്? ആമീൻ പറയാ നമുക്ക് സമയമില്ല. ഒറ്റയ്ക്ക് ദുആ ചെയ്യാൻ പോലും നമ്മൾ തയ്യാറല്ല. ലാ യൻജൂ മിൻഹാ ഇല്ലാ മാ ദആ കദുആഇൽ ഗരീഖ് ഫിൽ ബഹരി. സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ആപതിക്കുന്ന മനുഷ്യൻ അവന് കരയിൽ നിൽക്കുന്നവരോട് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടിയേ വിളിക്കുകയുള്ളൂ. കാരണം മുങ്ങി താഴുകയാണ്, നീന്തൽ അറിയാത്തവനാണ്, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിക്കുന്നത് പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി വിളിക്കലല്ലാതെ ലാ യൻജൂ മിൻഹാ, ഈ മുസ്ലിമീങ്ങൾ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി.